സോ ഡി സി എന്ന സ്നൈഡർ വേഴ്സ് അവസാനിച്ചെങ്കിലും നമുക്കിപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ പാർട്ണർഷിപ്പിൽ കൂടി സ്നൈഡർ വേഴ്സിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് കുറേയധികം ഒരു കണക്റ്റഡ് യൂണിവേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള സ്നൈഡറിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള റെബൽ മൂൺ പാർട്ട് 1 ചൈൽഡ് ഓഫ് ഫയർ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ ആ ഒരു സിനിമ എങ്ങനെയുണ്ട്, നിങ്ങൾ ഈ ഒരു സിനിമ കാണണോ വേണ്ടിയോ എന്നുള്ളതിൻ്റെ ഒരു റിവ്യൂയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ യൂഷ്വലി നിങ്ങളോട് പറയുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടൊരു കാര്യം എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാണ്ട്, ഞാൻ ഈ സിനിമ മുഴുവൻ കണ്ടിട്ടില്ല. യെസ്, എനിക്കറിയാം തെറി വിളിക്കുന്നവനും അല്ലെങ്കിൽ തെറി വിളിക്കാൻ പോകുന്നവരൊക്കെ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയുന്നതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതായത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഒരു ഫിലിം കാണാത്തതിന് ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ചാൽ അത് സ്നൈഡർ തന്നെയാണ്. കാരണം ഈ സിനിമ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ, ഒരു ഡയറക്ടർ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് വന്നിട്ട് പറയുമോ, ഓക്കെ ഇതെൻ്റെ സിനിമയാണ് നിങ്ങളെല്ലാവരും വന്ന് കാണണം, ഒരു 2-3 മാസം കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ വീണ്ടും എൻ്റെ ഒരു വെർഷൻ ഞാൻ ഇറക്കുന്നുണ്ട്, 1 മണിക്കൂർ ആ വെർഷനകത്ത് എക്സ്ട്രാ ഉണ്ടാവും. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പോയി കാണും? എനിക്കറിയില്ല. കാരണം ഈ ഒരു സിനിമ ഞാൻ ഈ പറഞ്ഞ അരമണിക്കൂർ ഞാൻ കണ്ട സമയത്തും എനിക്കത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇതിനകത്ത് കുറേയധികം രീതിയിൽ കുറേ സീൻസ് മിസ്സിങ് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തതെന്നുള്ള റീസണൊന്നും എനിക്കറിയില്ല. മേ ബി ചിലപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്ത് ഞാൻ ആക്ച്വലി നെറ്റിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, നെറ്റ്ഫ്ലിക്സ് ഈ ഒരു സിനിമ PG-13 ആക്കി ഇറക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ സത്യം ഈ ഒരു സിനിമ ഇങ്ങനെ ഇറക്കിയത്. ഇതിനൊരു ഡയറക്ടർ കട്ട് അല്ലെങ്കിൽ സ്നൈഡർ കട്ട് അവർ എന്തായാലും അടുത്ത് തന്നെ പ്ലസ് 1 മണിക്കൂറുള്ള സ്നൈഡർ കട്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് ഇറക്കും. ആൻഡ് ആ സിനിമ R-rated ആയിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി ഈ ഒരു സിനിമ കാണുന്ന ഒരാൾ നമ്മൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് പോകുന്നൊരു കാര്യം തന്നെയാണ്, ഞാൻ എൻ്റെ ഇത്രയും സമയം മുടക്കി ഞാൻ ഇങ്ങനെ ഒരു ഇൻഫീരിയർ വേർഷൻ ഈ സിനിമ കാണണം. കാരണം ഞാൻ ഇത്രയും ചോദിക്കുന്നുള്ളൂ. ജസ്റ്റിസ് ലീഗ് ആദ്യം ആ ജസ്റ്റിസ് ലീഗ് ഇറങ്ങിയ സമയത്ത് നിങ്ങളിങ്ങനെ ആലോചിക്കുക, ജസ്റ്റിസ് ലീഗ് ഇറങ്ങിയിട്ട് സ്നൈഡർ വന്നിട്ട് നമ്മളോട് പറയാം ഇതെൻ്റെ സിനിമയാണ് നിങ്ങളെല്ലാവരും കാണണം, പക്ഷേ ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ അടുത്ത വർഷം കൂടി ഇറക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 2 സിനിമ തരുന്നുണ്ട്, ഒന്ന് നോർമൽ ജസ്റ്റിസ് ലീഗ്, മറ്റൊന്ന് സ്നൈഡർ കട്ട്. നിങ്ങൾ ഏത് സിനിമ കാണാനായിരിക്കും നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? ഞാൻ സ്നൈഡർ കട്ടേ കാണുള്ളൂ. കാരണം അതിനകത്ത് ഫുൾ ഡയറക്ടറിൻ്റെ വിഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇത് എന്ത് തേങ്ങ സ്ട്രാറ്റജിയാണ് നെറ്റ്ഫ്ലിക്സ് ഈ ഒരു സിനിമയ്ക്കകത്ത് അവർ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഒരു ഐഡിയ പോലും എനിക്ക് കിട്ടുന്നില്ല. കാരണം വീണ്ടും ആ ഒരു സ്നൈഡർ കട്ടിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് തിരിച്ച് റീക്രിയേറ്റ് ചെയ്യാനാണ് അവർ ഉദ്ദേശിച്ചെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളോട് വന്നിട്ട് പറയുവാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്, ഇതെൻ്റെ സിനിമയൊക്കെയാണ് നിങ്ങളെല്ലാവരും കാണണം, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതിൻ്റെ ഡയറക്ടർ കട്ട് ഇറക്കുമെന്ന്. എനിക്ക് ആ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ കാണാൻ ഒരു പ്രശസ്തിയില്ല. കാരണം നിങ്ങൾ തന്നെ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എസ്പെഷ്യലി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിനകത്ത് കുറച്ച് ആക്ഷൻ സീക്വൻസ് ഉണ്ട് ബാറിലൊക്കെ വെച്ചിട്ടുള്ളത്. അതിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ബ്ലഡ് ആൻഡ് ഗോർ വരേണ്ട സീനായിരുന്നു, പക്ഷേ PG-13 എന്ന് വിചാരിച്ച് അവർ കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ ഇത്രയേ ചോദിക്കുന്നുള്ളൂ, നെറ്റ്ഫ്ലിക്സ് ഒരു PG-13 മാത്രം ചെയ്യുന്ന സ്ട്രീമിംഗ് സർവീസ് ആണോ? എൻ്റെ അറിവിലല്ല. നെറ്റ്ഫ്ലിക്സിനകത്ത് ഇതിനേക്കാളും ബ്ലഡ് ആൻഡ് ഗോറുള്ള ഒത്തിരി സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ബേസിക്കലി ഇതൊരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം സ്നൈഡറിൻ്റെ തന്നെ ഒരു സ്റ്റാർ വാർസ് അല്ലെങ്കിൽ ഡ്യൂണിൻ്റെ ഒരു വെർഷനാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു റെബൽ മൂണിൽ കിട്ടുന്നത്. ആൻഡ് ഈ റെബൽ മൂണാണ് ഈ ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്യേണ്ട സിനിമ. സോ അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇനി വീണ്ടും ഓൺലൈനിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പോയി സ്നൈഡേഴ്സിൻ്റെ ഫാനെല്ലാം പോയിട്ട് #റിലീസ് ദ റെബൽ മൂൺ കട്ട് എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തണോ? എനിക്കറിയില്ല ഇവരെന്താണ് ഇവരുടെ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശം എന്നുള്ളൊരു കാര്യം. സോ ഇതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് റിവ്യൂ പോലും ചെയ്യേണ്ട ആവശ്യം എനിക്ക് വേണമെങ്കിൽ ഇത്രയും വന്നിട്ട് പറയാം. ഞാൻ സ്നൈഡർ പറഞ്ഞ പോലെ ഞാനും അങ്ങോട്ട് പറയാം, ഇതാണ് എൻ്റെ റിവ്യൂ, നിങ്ങളെല്ലാവരും കാണണം. എന്നിരുന്നാലും ഞാൻ ഇപ്പോൾ വേറെ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇതിൻ്റെ സെയിം റിവ്യൂ ഞാൻ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അത് കുറച്ചും കൂടി ലെങ്ത് ഉള്ള റിവ്യൂ ആയിരിക്കും. എനിക്കറിയില്ല പോലെ. സോ എന്താണെങ്കിൽ ഞാൻ സിനിമ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കുറച്ച് കണ്ടതിലേക്ക് വെച്ച് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. സോഫിയയാണ് ഇതിനകത്ത് ലീഡ് റോൾ ചെയ്യുന്ന കോറ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ആൻഡ് പുള്ളിക്കാരി നല്ലൊരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ് നമുക്ക് സ്റ്റാർട്ടിങ് പോലെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞത് ഒരു സ്റ്റാർ വാർസ് അല്ലെങ്കിൽ ഡ്യൂൺ പോലെയാണ് സ്നൈഡർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം. കാരണം സ്റ്റാർ വാർസ് നമുക്ക് എപ്പോഴും അറിയാവുന്നത് തന്നെയാണ്, കുറേ ഗലാക്റ്റിക് എംപയർ ഉണ്ട്, അതുകൂടാതെ കുറേ പ്ലാനറ്റ്സ് ഉണ്ട്. അതേപോലെയൊക്കെ ഇവർ ഇതിനകത്ത് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സോഫാർ ഞാൻ കണ്ടവരെ CG വലിയ കുഴപ്പമില്ലായിരുന്നു. ആക്ഷനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, കാരണം ആക്ഷൻ ഇൻകംപ്ലീറ്റ് ആണ്. കോറിയോഗ്രഫി നല്ലതാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആക്ഷൻ ഇൻകംപ്ലീറ്റ് ആണ്, സീൻസ് ഇൻകംപ്ലീറ്റ് ആണ്.
എനിക്കറിയില്ല ഈ സിനിമയുടെ പ്രശസ്തി എന്താണെന്നുള്ളൊരു കാര്യം. എന്നാൽ പിന്നെ അവർക്ക് കുറച്ചാൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ആ ഒരു R-rated വെർഷൻ ഇറക്കിയാൽ പോരാന്നല്ലേ. അതോ അവർ, ഞാൻ നേരത്തെ പറഞ്ഞു, സ്നൈഡർ കട്ടിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവർ ക്രിയേറ്റ് ചെയ്തൊരു സിനിമ പോലെ എനിക്ക് തോന്നി. പിന്നെ ഇതിനകത്ത് ബാക്കിയുള്ള സൈഡ് ക്യാരക്ടേഴ്സിനെ കാണിച്ച് സോഫാർ അവർ പോയി ടീം ബിൽഡ് ചെയ്യണമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നമ്മുടെ മെയിൻ ക്യാരക്ടറിനെ കുറേ മാറ്റി വെച്ചാൽ എനിക്ക് അത്രയും ലൈക്കബിൾ ആയിട്ട് വേറെ ആരും തോന്നിയില്ല. കാരണം ഞാൻ കണ്ടില്ല സിനിമ, സത്യസന്ധമായി പറയാം. സോ ഇതൊക്കെ തന്നെയാണ് റെബൽ മൂണെ കുറിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിനിമ റേറ്റ് ചെയ്യുന്നില്ല. കാരണം സിനിമ കാണാതെ ആർക്കും എന്താണ് ഈ ഒരു സാധനം റേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇനിയിപ്പോൾ സ്നൈഡറിൻ്റെ ഡയറക്ടർക്ക് ഇറക്കട്ടെ, അപ്പോൾ ഞാനും വന്നിട്ട് അത് റേറ്റ് ചെയ്യാമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. നിങ്ങൾ ഈ ഒരു സിനിമ കാണുന്നുണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യം. ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. എൻ്റെ റെക്കമെൻഡേഷൻ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെബൽ മൂൺ കാണണമെന്നുണ്ടെങ്കിൽ ഡയറക്ടർ കട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആ സിനിമ കാണുക. ഇത് വെറുതെ കണ്ട് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. വേറെ ഒത്തിരി സിനിമകളുണ്ട്, സലാറുണ്ട്, ഡങ്കിയുണ്ട്, അതൊക്കെ നിങ്ങൾ പോയി കാണുക. വേണമെങ്കിൽ അക്വാമാൻ വരെ പോയി കാണാം. നല്ലൊരു 3D എക്സ്പീരിയൻസ് ആണ് ആ പടം. സോ അത് വെച്ച് നോക്കണമെങ്കിൽ നിങ്ങൾ ഈ പടം കാണേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ എന്താണെങ്കിലും ഞാൻ പറയില്ല. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എക്സൈറ്റഡ് ആയിരുന്നോ ഇല്ല എന്നുള്ളൊരു കാര്യം. പിന്നെ സ്നൈഡറിൻ്റെ ഒരു എന്താ പറയുക, പുള്ളിക്കാൻ്റെ സിഗ്നേച്ചർ സാധനങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട് കേട്ടോ. മറ്റേ സ്ലോ മോഷൻ ആണെങ്കിലും അതുകൂടാതെ തന്നെ കുറേ ക്യാമറ ക്ലോസപ്പ് ചെയ്ത് വെച്ചിട്ട് പുള്ളിക്കാരൻ എടുക്കുന്ന സീൻസൊക്കെയാണ്. ആ ഒരു ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനകത്തൊരു കുറവൊന്നുമില്ല. സ്നൈഡർ ഫാൻസിനും അല്ലെങ്കിൽ ആ ഫാൻഡത്തിനും ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ തന്നെ റെബൽ മൂണെ കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളൂ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.